ഹലോ, വെൽക്കം ടു വർണ്ണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബൺ ടോസ്റ്റ് ഉണ്ടാക്കാം. വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഗാർലിക് ബൺ സ്ലൈസസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ബൺ ഞാൻ ഇവിടെ 3 സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ 3 സ്ലൈസ് ബ്രെഡ് എടുത്താലും മതി. അപ്പോൾ 2 ബൺ ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മേലെ വരുന്ന ആ പീസിൽ കുറച്ച് എള്ളൊക്കെ ഉണ്ട്, വെളുത്ത എള്ളാണ്. നമ്മൾ ഈ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് കരിഞ്ഞു പോവാതെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഗാർലിക് ടോസ്റ്റിനുള്ള മിക്സ് തയ്യാറാക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ സോൾട്ടഡ് ബട്ടർ ആണ്. ഇനി അൺസോൾട്ടഡ് ബട്ടർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു പിഞ്ച് സോൾട്ട് മാത്രമേ ചേർക്കാവൂ. നമ്മൾ ലാസ്റ്റ് ഇതിൽ ചീസും കൂടെ ചേർക്കുന്നുണ്ട്, അതിനും ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇത് ഓരോ ബൺ സ്ലൈസിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 4 സ്ലൈസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാത്തിലും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ 2 എണ്ണം OTG ഓവനിൽ വെച്ചിട്ടും മറ്റേ 2 എണ്ണം പാനിൽ വെച്ചിട്ടുമാണ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് നേരം 180 ഡിഗ്രി സെൽഷ്യസിൽ OTG പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 2 കോയിലും ഓണാക്കി വെക്കുക. ഇതേ ടെമ്പറേച്ചറിൽ തന്നെ 12 മിനിറ്റ് നേരം നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഓരോ ഓവനിലും സമയം ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി അടുത്തത് പാൻ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ വെച്ച് ഒന്ന് പാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ബൺ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് കാണാം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബണ്ണും ടോസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് OTGയിൽ വെച്ചതാണ്. ഇതും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുകളിലും താഴെയുള്ള കോയിൽ ഓൺ ആക്കിയത് കൊണ്ട് 2 സൈഡിൽ നിന്നും ഹീറ്റ് വന്ന് ഇത് അത്യാവശ്യം 2 സൈഡും ബ്രൗൺ ആയിട്ടാണ് ഇരിക്കുക. പാനിൽ വെച്ചത് അത്രയ്ക്കങ്ങ് ബ്രൗൺ ആയിട്ട് നമുക്ക് കിട്ടില്ല, കാരണം മുകളിൽ നിന്ന് അധികം ഹീറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. ഇതിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചീസൊക്കെ ചേർന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ബൈ.